ഹായ് ഹലോ ഹൗ ആർ യു ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാക്കി ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കുറേ പേരൊക്കെ കണ്ടു, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ക്ലീൻ ചെയ്യാത്തൊരു ഭാഗം കാണിച്ച് പിന്നെ അത്രയും ഭാഗം ഈ തെങ്ങ് വരെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചായിട്ട് ചെയ്യണത്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കിച്ചണിലെ ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം രാവിലെ നേരത്തെ ഉള്ള സമയവും ചെയ്യും, അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടാവുമല്ലോ, നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള സമയം, അപ്പോഴാണ് ഞാൻ വന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വന്ന് ചെയ്യുന്നതിൻ്റെയാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ആ ഭാഗത്ത് ഒത്തിരി ശംഖുപുഷ്പത്തിൻ്റെ ഇതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ ഒരു ആർച്ച് പോലെ പൈപ്പ് വെച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നന്നായി പടർന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വെട്ടിക്കളയാൻ തോന്നുന്നില്ല, പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറേ ഇങ്ങനെ കുരുടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായി. ഇപ്പോൾ ഫ്ലവറിങ്ങും കുറഞ്ഞിട്ടുണ്ട് കാരണം. അപ്പോൾ ആ കുരുടിപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗം മുഴുവൻ അങ്ങ് വെട്ടി കൊടുത്തു. അപ്പോൾ വെട്ടുന്നതിനൊപ്പം തന്നെ അവിടുത്തെ ആ ചവറുകൾ അടിച്ച് മാറ്റുന്നുണ്ട്. ഈ ആർച്ചിൻ്റെ അടിയിൽ നന്നായി ചവറുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കുമ്പോഴും ഈ ആർച്ചിൻ്റെ അടിയിലേക്ക് കൈയിടാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ട്രിം ചെയ്തിട്ട് അവിടെയൊക്കെ മൊത്തം ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിലുള്ള ഈ അടക്ക മരത്തിൻ്റെ തൈകളുടെയൊക്കെ ഉണങ്ങിയ എന്താ പറയുക ഇലകളൊക്കെ പട്ടയൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന തൈകളുടെയൊക്കെ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ വെട്ടിയിട്ടൊക്കെ നമ്മൾ വേസ്റ്റിലിടുന്നുണ്ട് കേട്ടോ. ഈ വേസ്റ്റിൽ അർബാനയിലിടും, കൊണ്ടുപോയി ബാക്കിലിടും, വീണ്ടും നിറയും, അങ്ങനെ ഇരുന്നിട്ടാ. അപ്പോൾ അതേ ആ ശംഖുപുഷ്പത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും തൈ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ മുളച്ച് വലുതായിട്ട് അങ്ങനെ ആർച്ചിലേക്ക് കയറിയതായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നമുക്ക് ദൂരം നോക്കുമ്പോഴേ അങ്ങനെ ആ ബ്ലൂ കളർ ഫ്ലവറിങ് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പം അത് ഇഷ്ടമായിട്ടാണ് ഞാൻ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ചെറിയ ആർച്ചായിരുന്നു, പിന്നെ അത് നിറഞ്ഞ് കാട് പോലെ. അപ്പോൾ എന്തിനും ഹൈറ്റിലാവട്ടെ വെച്ചിട്ട് ഹൈറ്റിൽ ഇത്തിരി വലിയ ആർച്ച് കൊടുത്താണ് കേട്ടോ. നമ്മൾ PVC പൈപ്പ് രണ്ട് സൈഡിലും ഓരോ എന്താ പറയുക കമ്പി കുത്തി മണ്ണിലേക്ക് ഇറക്കിയിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാം കേട്ടോ. ഡീറ്റെയിലിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം, എങ്ങനെയാണത് വെച്ചതെന്നുള്ളത്, ആർച്ച് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത്. നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഭാഗത്ത് കെട്ട് പണഞ്ഞ് കിടക്കണതും എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല, എന്തിനാ അത്യാവശ്യം കുറച്ച് നാളായിട്ടുണ്ടല്ലോ, അപ്പം നല്ല കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കത്രികയും കൊണ്ടൊന്നും അങ്ങനെ മുറിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്നാലും ഞാൻ നിന്ന് മുറിച്ചു എന്താ പറയുക, ഹെയർ ട്രിം ചെയ്തെടുക്കുന്ന പോലെ കുറച്ചൊക്കെ ട്രിം ചെയ്ത് നല്ല രീതിയിൽ അങ്ങനെ എടുത്തിട്ടുണ്ടായി. ഞാൻ കടകൾ അവിടെ നിർത്തി രണ്ട് സൈഡിലും. പിന്നെ കുറേ തൈകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്വാളിറ്റി ഇല്ലാത്ത തൈകളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞ് അങ്ങനെ നല്ല തൈകൾ മാത്രമേ വെച്ച് പഴയ കടയും അവിടെ നിർത്തി. അപ്പോൾ ആകുമ്പോൾ ഇങ്ങനെ പച്ച കളറിൽ കയറി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അതെ ഒരു കയർ അതിൻ്റെ അടിയിൽ ഞാൻ പിന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിൽ നിന്ന് വന്നാൽ ജോയിൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ജോയിൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കയറെല്ലാം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം വണ്ണവും വെച്ചിട്ടുണ്ടായിരുന്നു. ആ കയറിലുള്ളത് നല്ല ചുറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനാകുമ്പോൾ ഓരോ പീസും കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ ഹെയർ ട്രിം ചെയ്യണ പോലെ തന്നെ കുറച്ച് ട്രിം ചെയ്ത് താഴെ വരെ എത്തി. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള തൈൻ്റെ ഇത്തിരി വള്ളി ഞാനവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വള്ളി ഞാൻ പിന്നെ ലാസ്റ്റ് അതിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ സൈഡിലൊരു ലൈറ്റ് വീണെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വോൾ ലൈറ്റാണ് അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണോ എന്ന് ആദ്യം ഒന്ന് വിചാരിച്ചു, പിന്നെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ല. എനിക്ക് തോന്നുന്നു ആ ശംഖുപുഷ്പത്തിൻ്റെ കേൾസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ അത് ഭാഗം ഉണങ്ങിപ്പോയല്ലോ. പക്ഷെ അത് ലൈറ്റ് വീണിട്ടുണ്ടായിരുന്നു വെച്ചാൽ പൊട്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് സ്ക്രൂ കഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കാനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ അങ്ങനെയില്ല. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ശരിക്കും സ്ക്രൂ ചെയ്യുക തന്നെ വേണം. പിന്നെ ഞാൻ താഴത്തൊക്കെ നിറച്ച് കരിയിലായിരുന്നു. ശംഖുപുഷ്പത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഉണങ്ങി പോകും. ആ പഴയ കൊമ്പുകൾ ഉണങ്ങിയിട്ട് പിന്നെ പുതിയ കൊമ്പ് വരുമ്പോൾ നല്ല പച്ചപ്പിൽ വരും. പക്ഷേ ആ പഴയ കൊമ്പിന് അടിയിൽ നിൽക്കും, പച്ചപ്പുള്ളത് മുകളിലേക്ക് ഇങ്ങനെ പടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഉണങ്ങിയിട്ട് ആ ഇലയും കൊമ്പും ഒക്കെ ഇങ്ങനെ ഉണങ്ങി കുറേ താഴത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കാ വീണിട്ട് കുറേ പരിപ്പും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും കൂടി വൃത്തിയാക്കി ആ ഭാഗം ഒരുവിധം ക്ലീൻ ആക്കിയതിന് ശേഷം അന്നത്തെ പണി ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം എനിക്ക് തീരെ ഉഷാറുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ തന്നെ വന്ന് കുറച്ച് നേരം പണിയാന്ന് വിചാരിച്ചു വന്നാണ്. എന്തോ ഭയങ്കര ഉഷാറ് കുറവായിരുന്നു. അത് ചില ദിവസം നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ഒരു
ചില ദിവസം ഭയങ്കര ഉഷാറായിരിക്കും പണിയൊക്കെ എടുക്കാനായിട്ട്. അന്ന് എടുത്താലും പിന്നെയും പണി ഉണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് നടക്കും. പക്ഷേ ചില ദിവസമാണെങ്കിൽ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്ന കാരണം അത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ രാവിലെ ചെയ്തു. എൻ്റെ കൂടെ കണ്ട മിട്ടുപൂച്ചി നടക്കുന്നുണ്ട് എൻ്റെ കൂടെ കേട്ടോ. സ്പീഡിലായതുകൊണ്ട് അവൻ ഓർഡറൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം ചെയ്തിട്ട് പിന്നെ നിർത്തി. എനിക്കങ്ങോട്ട് എന്താ പറയുക, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് നേരം കുമ്പിട്ട് നിന്ന് ചെയ്യുമ്പോഴത്തേനും എന്തോ ഭയങ്കര ക്ഷീണം പോലെയൊക്കെ തോന്നുമായിരുന്നു. അപ്പം ആ ശംഖുപുഷ്പത്തിൻ്റെ ഭാഗം തന്നെ അത് നല്ല ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ ഭാഗം അതിങ്ങനെ കൊമ്പൊക്കെ ആയതുകൊണ്ട് കയ്യിലേക്ക് കുത്തി കയറലും ഉണങ്ങിയതാവുമ്പോൾ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കുറേ വൃത്തിയാക്കി ആ താഴത്തൊക്കെ ഫുള്ള് വൃത്തിയാക്കി. പിന്നെ ആ ശംഖുപുഷ്പത്തിന് തൊട്ട് താഴെ തീരെ അങ്ങനെ പുല്ലുണ്ടായിരുന്നില്ല, കാരണം നന്നായി ഇല വീണെടുക്കണ കാരണം. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നിത്യകല്യാണി, നമ്മുടെ വീട്ടിലൊക്കെ ശവനാറി എന്നൊക്കെ പറയുന്ന പണ്ട് ആ തൈ ഉണ്ടായിരുന്നു. അതിൻ്റെ 4 കളറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൊമ്പുകൾ പഴയതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ ഇതുപോലെ ഉണങ്ങിയൊക്കെ നല്ല വൃത്തികേടായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ കട്ട് ചെയ്ത്, അപ്പം നമുക്ക് കൈക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. അതിന് നല്ല ഉണങ്ങിയ കൊമ്പാകുമ്പോൾ നമുക്ക് വെട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ, പച്ച വെട്ടുന്ന പോലെ അല്ലല്ലോ. പിന്നെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമാണ് ഒടിച്ചൊടിച്ച് കളയും. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല കട്ടിയിലുള്ളതായിരുന്നു. അപ്പോൾ അതും എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ചൂടുമായിരുന്നു. രാവിലെ ആണെങ്കിലും ഭയങ്കര ചൂടായിരുന്നു. സൂര്യൻ നന്നായി സൺകിസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലത്തെ ചൂടായിരുന്നു. അപ്പം അതും കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ക്ലൈമറ്റിൻ്റെ ഇതുണ്ടാകുമ്പോഴും നമുക്കൊരു ക്ഷീണം തോന്നുമല്ലോ. പിന്നെ ഇപ്പം ഞാൻ ആ ക്ലീൻ ചെയ്യുന്ന പേരില്ല, ഇപ്രാവശ്യം നമുക്ക് കായ്ച്ച് 3-4 പേരൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള പേരൊക്കെയാണ് ഇട്ടത്. അപ്പം അതിൻ്റെയും ചുറ്റുഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ ഞാൻ ചെയ്ത അത്രയും പണി നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ആ ചെയ്ത അത്രയും ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗം ഒന്ന് അടിച്ച് വൃത്തി രാവിലത്തെ പരിപാടികളൊക്കെ ഇതോടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതിന് ഒരു കാൽഭാഗം പോലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നല്ല സ്ട്രെയിൻ എടുത്തിട്ടായിരുന്നു, ആ വള്ളിയൊക്കെ നന്നായി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നും സ്ട്രെയിൻ എടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് അതങ്ങോട്ട് എങ്ങനെയും കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഞാൻ അറ്റം വരെ രാവിലെ മുട്ടിച്ച് വൈകുന്നേരം അപ്പുറത്തെ ഭാഗം കൂടി ക്ലീൻ ചെയ്യുക എന്നൊക്കെ ഇതെൻ്റെ പ്ലാൻ ഉണ്ടായത്. പക്ഷെ അവിടെ മുട്ടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്ത് അധികം അങ്ങനെ പുല്ല് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇലകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് അടിച്ച് വൃത്തിയാക്കിയാൽ മതിയായിരുന്നു. അപ്പം ഈ ഭാഗം അങ്ങോട്ട് എന്താ പറയുക, ആ ചെടിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി വെച്ച് ഒന്ന് വൃത്തിയാക്കി അതൊന്ന് കഴിച്ചെടുത്തിട്ടാ. എങ്ങനെയൊക്കെയാണ് ഞാൻ ആ രാവിലത്തെ പണി കഴിച്ചെടുത്തതെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ സെഷനാണ്. വൈകുന്നേരം ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ട് പർദ്ദ കയറിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ, കൈയില്ലാത്ത നൈറ്റ് ആയിരുന്നതുകൊണ്ട്. അപ്പോൾ പിന്നെ ആ ഭാഗം ഞാൻ ഫസ്റ്റ് ആ കോർണർ ചെയ്യുമ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി എന്നാണ് സത്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗം ആ സൂര്യകാന്തിൻ്റെ അടിയിലുള്ള കൊമ്പുകളൊക്കെ ജസ്റ്റ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന ഒടിച്ചെടുത്തിട്ട് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല പണി ഉണ്ടായിരുന്നു വെച്ചാൽ അതിൻ്റെ അടിയിൽ കൂടെ ചെയ്യാൻ. പിന്നെ അതിൻ്റെ ഈ സൈഡിലാണ് മൊത്തം പുകയുമില്ല, സൈഡിൽ ഇങ്ങനെ വെച്ചേക്കണം, നമ്മൾ കുറ്റി പോലെ നിർത്തി വെച്ചേക്കാണ്. അതുകൊണ്ട് അത് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. കാണുമ്പോൾ അധികം പണിയില്ല, നമുക്ക് കുറച്ചുള്ളൂ ചെയ്യാനായിട്ട്. പുല്ലധികം ഉണ്ടായിരുന്നില്ല, കൂടുതലും ഈ ബൊഗൈൻവില്ലയൊക്കെ നിൽക്കുന്നതുകൊണ്ട് പുല്ലധികം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൂര്യകാന്തിയുടെ തണലും ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തൊന്നും പുല്ലുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് മാത്രമാണ് കുറച്ച് പുല്ലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഈ തൊട്ടിട്ടുള്ള പേരയും ഇപ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷെ പഴുത്ത് കിട്ടിയിട്ടില്ല. അത് ഡയമണ്ട് എന്തോ വെറൈറ്റിയാണ്, ഡയമണ്ട് റെഡ് എന്തോ വെറൈറ്റിയാണ്, ഡയമണ്ട് ഷേപ്പിൽ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു പേരക്ക. ഇത് ഞാൻ സന്ധ്യയായിട്ടോ, ഇത്തിരി ലേറ്റ് ആയിപ്പോയി, 5:30 ആയപ്പോഴത്തേക്കും ലേറ്റൊക്കെ പോയി. അപ്പം എൻ്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായപ്പോൾ ഞാൻ പഴയ ഫോണിലെടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് മോനും ഇക്കാക്കയൊക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ടും. അപ്പം ഞാനത് എങ്ങനെയൊക്കെയോ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ക്ഷീണമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ടായിട്ട്, ഇത്തിരി കൊണ്ട് ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യകാന്തിയുടെ കൊമ്പ് ഞാൻ കുറേ കൈ കൊണ്ടൊക്കെ ഒടിച്ചെടുത്ത് പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് അന്നത്തെ പരിപാടി കഴിഞ്ഞ പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. പക്ഷേ എനിക്ക് വീഡിയോ എടുത്തിട്ടാണ് തൃപ്തിയായില്ല. എന്തോ ഒരു എന്നുവെച്ചാൽ സൂര്യകാന്തിയുടെ ഇലകളില്ലേ, അതിങ്ങനെ ഉണങ്ങിയത് ശരിക്കും ആരാനും അടിക്കാനൊന്നും പറ്റണില്ല, അങ്ങനെ മണ്ണിനോട് ചേർന്ന് കുറേക്കാം, അവർ വൃത്തി കിട്ടണില്ല. പിന്നെ ഇങ്ങനെ ദൂരം നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ആ സൂര്യകാന്തി ഇങ്ങനെ നിൽക്കണാകുമ്പോൾ ഒരു മെനയില്ലാത്ത പോലെ. പിന്നെ കകാണ്ട് പറഞ്ഞ് ആ സൂര്യകാന്തി ഒന്ന് വെട്ടിത്തരുമോ ചോദിച്ചു. ഞാനത് വെട്ടാൻ നിന്നാൽ കുറേ സമയം എടുക്കും, പിന്നെ ശരിയാവുകയും ഇല്ല. പിന്നെ കട വെച്ച് ഇങ്ങനെ എന്താ പറയുക, കട വെച്ചിട്ട് തന്നെ വെട്ടാന്ന് വെച്ചു. കട അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ള് തണ്ട് വെട്ടിക്കളയാന്ന് വെച്ചു. അപ്പോൾ ഇനി നനയൊക്കെ ഉള്ളതല്ലേ, അപ്പം മുളച്ച് വരുമ്പം പുതിയ തൈയായിട്ട് ഇങ്ങനെ മുളച്ച് പോലെ വരുമല്ലോ. പിന്നെ കുറേ കടഭാഗം ദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് വെട്ടി കളയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് കളയാണ്ട് കുറച്ച് കടവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ള് അങ്ങ് വെട്ടിക്കളഞ്ഞു.
അപ്പോൾ ഞാൻ അന്നേരം നിന്ന് നനയ്ക്കണ്ടാം. അപ്പോൾ ആ സമയം മോളും ഇക്കാക്കയും കൂടി ബാക്കി ക്ലീനിങ്, അതായത് ഞാൻ മണ്ണിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം ടൈലിൻ്റെ ഭാഗമൊക്കെ മോളോട് ഞാൻ അടിച്ച് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈലിൻ്റെ ഭാഗമാകുമ്പോൾ മോൾക്ക് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അടിച്ച് ക്ലീൻ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഫുള്ളൊന്നും അടിക്കില്ല, വൃത്തിയാക്കിയതിൻ്റെ ഇലയും പടലങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കണതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അപ്പോൾ തന്നെ അങ്ങനെ കൊണ്ടുപോയി കത്തിക്കുന്നതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലീനായി കിട്ടുമല്ലോ, നല്ല ഭംഗിയായി കിട്ടുമല്ലോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഈ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചെടിയൊക്കെ നനയ്ക്കാൻ ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ നനയ്ക്കുമ്പോൾ മോന് ആ വീഡിയോസും കൂടി എടുത്താണ്. ഇതാണ് നമ്മുടെ പേരക്ക ഉണ്ടായി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള പേരക്ക ഉണ്ട്. നമ്മൾ തൈ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായതാണ്, ഇപ്രാവശ്യം ആദ്യമായിട്ട് ഉണ്ടാവുകയാണ്. നമ്മൾ 4 ടൈപ്പ് പേര വെച്ചിട്ടുണ്ടായിരുന്നു, അത് 4ഉം കായ്ച്ചു. പക്ഷേ 3 നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒന്ന് ആയി വരാനുണ്ടത്, പഴുത്തിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസം നനച്ചുകൊണ്ട് ആൾക്ക് അടിക്കാൻ പറ്റിയില്ല, അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇക്കാക്കി അവളും കൂടി പിറ്റേ ദിവസം രാവിലെയാണ് അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക ഫുള്ള് നമ്മുടെ സൂര്യകാന്തിയുടെ കൊമ്പുകളൊക്കെ വെട്ടി, സൂര്യകാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടു സൂര്യകാന്തി ഉണ്ടാം. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി, വിത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്ലീനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീണ്ടും നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.